ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ നഗരത്തിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതായി ആരോപണം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരത്തിലൂടെ കടത്തിവിടുന്നതാണ് പ്രശ്നത്തിന് കാരണം. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തെങ്കാശി ശങ്കരൻകോവിൽ ഇന്ദിര കോളനിയിലെ ഗോപാലകൃഷ്ണൻ മകൻ മണികണ്ഠനാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സഹകരണ ബാങ്ക് ശാഖയ്ക്ക് സമീപത്താണ് സംഭവം. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സഹകരണ ബാങ്ക് ശാഖയ്ക്ക് സമീപത്താണ് സംഭവം. ഇരുവരും ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരാണ്. ആന്റണിയെ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്നു മരിച്ച നിലയിൽ പായയിലും അരവിന്ദാക്ഷനെ ബാങ്കിന് സമീപത്തുള്ള കാനയിൽ ആത്മഹത്യ ചെയ്ത നിലയിലുമാണ് കണ്ടെത്തിയത്. ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റേയാൾ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ സംഘർഷത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. ഒല്ലൂർ ACP മണ്ണുത്തി CI ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ നഗരത്തിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതായി ആരോപണം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലൂടെ പോയിരുന്ന വാഹനങ്ങളെല്ലാം കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി നഗരത്തിലൂടെ കടത്തിവിടുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. റോഡരികിൽ നിർത്തിയിടുന്ന ഇരുചക്ര വാഹനങ്ങൾ കുരുക്കിന് പ്രധാന കാരണമാണ്. ദേശീയപാതയോരത്തും കോടതി പരിസരത്തും വടക്കേ നടയിലും തെക്കേ നടയിലെയും ഇരുചക്ര വാഹനങ്ങൾ തോന്നിയ പോലെ നിർത്തിയിടുന്നുണ്ട്. അടുത്ത കാലത്തായി നഗരത്തിലെ തിരക്കേറിയ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ഒരു പോലീസുകാരനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരോപണം. ദേശീയപാത അധികൃതരും നിർമ്മാണ കരാറുകാരും തന്നിഷ്ടപ്രകാരം ഓരോ ദിവസവും മുന്നറിയിപ്പ് പോലുമില്ലാതെ വാഹനങ്ങൾ വ്യത്യസ്തമായ റോഡുകളിലൂടെ തിരിച്ചുവിടുകയാണെന്ന ആരോപണവും ശക്തമാണ്. ചന്തപ്പുര ജംഗ്ഷനിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി 2 വീലർ പാർക്ക് ചെയ്യുന്നതായി പരാതിയുണ്ട്. ഇതുമൂലം അവിടെ വലിയ തോതിലുള്ള ഗതാഗത തടസ്സമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരികൾക്ക് കച്ചവടം നടത്തുന്നതിനും തടസ്സം നേരിടുന്നതായും പരാതിയുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്നവരാണ് കൂടുതലും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. പ്രധാന റോഡുകളിൽ ഇരുചക്ര 4 ചക്ര വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതിനാൽ കടയുടമകൾക്ക് ഇവിടെ വ്യാപാരം നടത്താൻ കഴിയില്ല. ഇത് ഗതാഗതവും കടകളുടെ മുൻഭാഗങ്ങളും തടസ്സപ്പെടുത്തുന്നു. ദിവസം കഴിയുന്തോറും തിരക്ക് കൂടി വരികയാണ്. തുടരെ പോലീസ് പെട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും അവരും നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പലപ്പോഴും ചന്തപ്പുര സ്വകാര്യ ബസ്സുകൾ നിയന്ത്രണമില്ലാതെയാണ് വാഹനങ്ങൾ ആളുകളെ കയറ്റുന്നതും. പുറകിൽ നിന്ന് കാത്തുകിടക്കുന്ന വാഹനങ്ങൾക്ക് ഇതുമൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും മറ്റ് അധികാരികളും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 6 വരിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോടൊപ്പം നിലവിലുള്ള ദേശീയപാത 66ലൂടെ ഗതാഗതം പ്രയാസമാകുന്നു. ബൈപ്പാസുകളും മേൽപ്പാലവും അടിപ്പാതകളും നിലവിൽ വരുന്ന ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണം മൂലമാണ് ഗതാഗതത്തിന് പ്രയാസം നേരിടുന്നത്. എല്ലാ വലിയ വാഹനങ്ങളടക്കം ചന്തപ്പുര ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ വഴി പോകുന്നതിനാൽ മിക്ക സമയങ്ങളിലും സ്തംഭനാവസ്ഥയിലായിരിക്കും ചന്തപ്പുര റോഡ്. 6 വരിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ ദേശീയപാതയിലൂടെ ഗതാഗതം താറുമാറായിരിക്കുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി പുഴയുടെ ചേനത്തുനാട് ഭാഗത്ത് കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തെങ്കാശി ശങ്കരൻകോവിൽ ഇന്ദിര കോളനിയിലെ ഗോപാലകൃഷ്ണൻ മകൻ മണികണ്ഠനാണ് മരിച്ചത്. പുഴയുടെ അക്കരെ വരെ നീന്തി തിരിച്ചു വരുന്നതിനിടെ കുഴഞ്ഞു പോവുകയായിരുന്നു. കലാഭവൻ മണിയുടെ പാടിക്കരികിലെ പലഹാര നിർമ്മാണ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. തിങ്കൾ വൈകിട്ട് 4ഓടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കരക്കെത്തിച്ചത്. ചാലക്കുടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇനി നാട്ടിൽ നടന്നത്.
സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 6655 രൂപയും പവന് 53,240 രൂപയുമായി. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില കുറയുന്നത്. അന്താരാഷ്ട്ര വിപണിയിലുണ്ടാകുന്ന മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന് കൊടിയേറി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ദേശക്കാഴ്ചയൊരുക്കുന്നത്. നാട്ടുകാരണവന്മാരായ കുറുമ്പക്കുട്ടി കുഞ്ഞയ്യപ്പൻ, അമ്മിണി രാമകൃഷ്ണൻ, TK ഗോപാലൻ വൈദ്യർ, മേരി കൊച്ചാപ്പു, MS അബ്ദുൾ ഖാദർ എന്നിവർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷയായി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ജനറൽ കൺവീനർ PK കിട്ടൻ, ഗ്രാമിക സെക്രട്ടറി EK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ എക്സൈസ് ഡിവിഷൻ എക്സൈസ് റേഞ്ച് ഓഫീസ്, ഇരിഞ്ഞാലക്കുട സ്ട്രെങ്ത് ഓഫ് എടവിലങ്ങും ഇരിഞ്ഞാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി മയക്കുമരുന്നുകൾക്കെതിരെ, മൊബൈൽ ഗെയിമുകൾക്കെതിരെ, ദുശീലങ്ങൾക്കെതിരെ സ്ട്രെങ്ത് ഓഫ് എടവിലങ്ങ് മൈതാനത്ത് പ്രാദേശിക ഏകദിന വിമുക്തി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ജതിർ PM ലഹരി വിരുദ്ധ സന്ദേശം നൽകി. 6ാം വാർഡ് മെമ്പർ സുരഭി സുമൻ ഉദ്ഘാടനം ചെയ്തു. സ്ട്രെങ്ത് ഓഫ് എടവിലങ്ങ് വായനശാല പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി പാലസ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളും മോഷണവും എങ്ങനെ തടയാമെന്ന വിഷയത്തിൽ ശ്രീധരമംഗലം ക്ഷേത്രം ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു. സിറ്റി പോലീസ് SI NG സുഭത്ര കുമാർ സെമിനാർ നയിച്ചു. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ബിൽസൺ കല്ലൻ അധ്യക്ഷനായി. K മുരാരി, റാഫി M ദേവസി, VR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇളന്തിക്കര ഹൈസ്കൂൾ 1976 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമം നടന്നു. പ്രധാന അധ്യാപിക സുനിത ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മാധുര്യം തുളുമ്പുന്നതാണ്. കാരണം ഈ കൂട്ടായ്മയുടെ പേര് തന്നെ സ്മൃതി മധുരം. ഇന്നലെ ഞാൻ രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ പുറത്തെ ഫ്ലെക്സാണ് കണ്ടത്. അപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. സമ്പന്നമായ ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ ഓടിയെത്തിയവരാണ് ഓരോരുത്തരും. ഇപ്പോൾ രാവിലെ ഞാൻ വരുമ്പോൾ കണ്ടു, പരസ്പരം പരിചയപ്പെടുത്തുകയും പഴയ ഓർമ്മകൾ ഓരോരുത്തരും അയവിറക്കുകയും ചെയ്യുന്നതൊക്കെ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ, കാരണം ഏതാണ്ട് 40 സ്കൂളിൽ നിന്ന് നമ്മുടെ വിദ്യാലയ ജീവിതം നിങ്ങളുടെ കഴിഞ്ഞു പോയിട്ട് 48 വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ഓർമ്മകൾ ഇത്ര പോലെ അരിതാഭമായി മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഓരോരുത്തരും എന്ന് മനസ്സിലായി. അപ്പോൾ പഴയ ഓർമ്മകൾ പങ്കുവച്ച് പഴയ പവാടക്കാരികളും മുണ്ടുപ്പ് കൊടുത്ത കൗമാരപ്രായക്കാരായി മാറാൻ മനസ്സുകൊണ്ട് പഴയ കാലത്തിലേക്ക് ഒരു മടക്കയാത്ര നടത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ജനറൽ കൺവീനർ ജോൺസൺ ചാലമന അധ്യക്ഷത വഹിച്ചു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. AO വർക്കി, പോൾസൺ കോടാലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. മാള അണ്ണല്ലൂർ അനുപമ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. കാരൂർ ദേവാലയ വികാരി ഫാദർ ഫ്രാൻസിസ് കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. AO അന്തോണി അധ്യക്ഷത വഹിച്ചു. മാള SI ശശി കുണ്ടറക്കാട്, വാർഡ് മെമ്പർ പ്രീജ സലീം, KK അജയ്കുമാർ, KG സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹൈസ്കൂളിലെ 1981 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ഷാജിറാം അധ്യക്ഷത വഹിച്ചു. സുബ്രഹ്മണ്യൻ, സുധർമ്മ അജയൻ, പ്രേമാനന്ദ്, നെൽസൺ, ഷെരീഫ, അബ്ദുൾ ഗഫൂർ, ഗീത ശശി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പെരിഞ്ഞനം RM VHS സ്കൂളിലെ 1994-95 10B ബാച്ച് അക്ഷരമുറ്റത്തേക്ക് എന്ന പേരിൽ കുടുംബ സംഗമം നടത്തി. സ്കൂൾ അങ്കണത്തിൽ നടന്ന സംഗമം പ്രധാന അധ്യാപിക ബീബ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ അംഗവും വാർഡ് മെമ്പറും കൂടിയായ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി ഇന്ദുലേഖ വാസുകി ഷാജി തൊടുപുഴ മുഖ്യാതിഥിയായി. സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകരായ ഉണ്ണികൃഷ്ണൻ രാമനാഥൻ, മുൻ അധ്യാപകരായ ഇന്ദിര, രതി, രജനി, ഫ്രാങ്കോ, കൂട്ടായ്മ മെമ്പർമാരായ മനാഫ് ചൂലുകാരൻ,
ശ്രീജിത്ത്, ശരത്, ജബ്ബാർ, ശ്യാം, റാഫി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എടമുട്ടം ആൽഫ ഡയാലിസിസ് സെന്ററിന് CC മുകുന്ദൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ ആംബുലൻസ് കൈമാറി. രാവിലെ നടന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CN ഷിനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ, പഞ്ചായത്ത് അംഗം മണി ഉണ്ണികൃഷ്ണൻ, ആൽഫ ചെയർമാൻ KM നുറുദ്ദീൻ, ആൽഫ ഡയാലിസിസ് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PF ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. SSF ജില്ലാ സാഹിത്യോത്സവത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഓഗസ്റ്റ് 9 മുതൽ 11 വരെയുള്ള തീയതികളിലായി 3 പീടികയിൽ വെച്ചാണ് SSF ജില്ലാ സാഹിത്യോത്സവ് സംഘടിപ്പിക്കുന്നത്. 3 പീടിക വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SSF ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാളിലി അധ്യക്ഷത വഹിച്ചു. SSF സംസ്ഥാന സെക്രട്ടറി അനാസ് അമാനി പുഷ്പഗിരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ഇയാസ് പഴുവിൽ, അനസ് ചേലക്കര എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാനായി PK ബാവദാരിമിയെയും അസീസ് ഡിന്നിസിനെ കൺവീനറായും ഫിനാൻസ് സെക്രട്ടറിയായി PA മുഹമ്മദ് ഹാജിയെയും തെരഞ്ഞെടുത്തു. ജനമൈത്രി പോലീസും വെള്ളികുളങ്ങര ഗ്രാമീണ വായനശാലയും സംയുക്തമായി വിജിലൻസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വെള്ളികുളങ്ങര പോലീസ് ISHOS സുജാതൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിജിലൻസ് പോലീസ് ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ ക്ലാസ് നയിച്ചു. വിജിലൻസ് സീനിയർ CPO PV സെൽവകുമാർ, വെള്ളികുളങ്ങര ഗ്രാമീണ വായനശാല ജോയിന്റ് സെക്രട്ടറി AU ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ നഗരത്തിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതായി ആരോപണം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരത്തിലൂടെ കടത്തിവിടുന്നതാണ് പ്രശ്നത്തിന് കാരണം. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തെങ്കാശി ശങ്കരൻകോവിൽ ഇന്ദിര കോളനിയിലെ ഗോപാലകൃഷ്ണൻ മകൻ മണികണ്ഠനാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.